നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പരിഹാസത്തോടെ പറയുന്ന കാര്യമുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കില്ല, എത്ര പാഠങ്ങളിൽ നിന്നും പഠിക്കില്ല എന്നൊരു കാര്യം പറയുന്നു. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഒരു സംഭവം നടന്നിരിക്കും. സംഭവം നടന്നല്ല, സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ 14-15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വരുന്നു. വോട്ട് ചെയ്യാൻ വരുന്നതിൽ തെറ്റൊന്നുമില്ല. അവിടുത്തെ ഒരു വോട്ടറാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം. പക്ഷേ രാഹുൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമുണ്ട്. രാഹുലിനെ ബലാത്സംഗ കേസിലെ പ്രതിയായി 14-15 ദിവസം ഒളിവ് ജീവിതം നയിച്ച് പല സംസ്ഥാനങ്ങളിലൂടെ ഓടി ഒളിച്ച് നടന്ന സത്യമംഗലം മരത്തിക്കൂടെ വരകൂടി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒളിവ് ജീവിതം നയിച്ചിട്ട് തിരിച്ചു വരുന്ന ആൾക്ക് പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുകയാണ്. ആ സ്വീകരിക്കുന്നത് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് വെച്ചാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. നമ്മുടെ AICCയുടെ തീരുമാനപ്രകാരം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ച് അത് പുറത്താക്കുന്നു. എല്ലാ പാർട്ടിയുടെ എല്ലാ പരിഗണനയും ഒന്നും ഒഴിവാക്കി നിർത്തുന്നു. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയെ വീണ്ടും അടിത്തട്ടിലുള്ള നേതാക്കൾ അവരുടെ നേതാവ് എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കും. പക്ഷെ അപ്പോഴും ഈ VD സതീശനെ പോലുള്ളവർക്കൊന്നും ഒരു വിലയും നൽകുന്നില്ല, അവരുടെ വാക്കിന് ഒരു വിലയും നൽകുന്നില്ല എന്ന് നൽകുകയാണ്. അവർ ആവർത്തിച്ച് പ്രാദേശിക അല്ലെങ്കിൽ അവിടുത്തെ ഒരു കോൺഗ്രസ് നേതൃത്വം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് ഈ പറഞ്ഞത് അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ മാത്രം ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ഇപ്പം നമ്മൾ പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഇന്നലെ വോട്ട് ചെയ്യുന്നുണ്ട്, മന്ത്രിമാരെ വോട്ട് ചെയ്യുന്നുണ്ട്, നിയമസഭാ സ്പീക്കർ വോട്ട് ചെയ്യുന്നുണ്ട്. എവിടെയും നമ്മൾ പൂച്ചെണ്ണം കൊടുത്ത് ഒരാളെയും ബൂത്തിലേക്ക് സ്വീകരിക്കുന്നത് കണ്ടില്ല. പിന്നെ അല്ല, ഇത് ഞാൻ പറഞ്ഞ രാഷ്ട്രീയക്കാരിലാണ് MM യൂസഫ് അലി പ്രൈവറ്റ് ജെറ്റിൽ വന്നിട്ട് വോട്ട് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവിടെയും നമ്മൾ ഈ പൂച്ചെണ്ണം കൊടുക്കുന്നുണ്ടല്ല. പക്ഷെ ബലാത്സംഗ കേസിലെ പ്രതി ട്രോഫിക്ക് കൊടുത്തിട്ട് ഈ പൂച്ചെണ്ണം കൊടുത്ത് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. അതിൽ തന്നെയുണ്ട് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. ഈ പറഞ്ഞ പോലെ അതിൽ നമുക്ക് ഈ നേതാക്കളാരും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ വരുന്നതും അവിടെ കൃത്യമായിട്ട് ഇവർ ഒന്നിച്ച് തള്ളിക്കയറി, അതിലും ക്യാമറക്ക് മുന്നിൽ കിട്ടാൻ വേണ്ടി തള്ളിക്കയറിയൊക്കെ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടു, നേതാക്കളെ നമ്മൾ കണ്ടു. അങ്ങനെ വന്നിട്ട് പോയിട്ട് ഈ ഇത് വരുമ്പം അതിന് സ്വീകരിക്കാൻ കൈകൊടുത്തതാക്കാൻ വേണ്ടി വന്നു. ഇപ്പം DCC പ്രസിഡന്റ്, പാലക്കാട് DCC പ്രസിഡന്റ് തങ്കച്ചൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരെയും ഇതാക്കിയിട്ടുണ്ടായില്ല. പിന്നെ സ്ഥാനാർത്ഥി പോയത് ഒരു വോട്ട് പാഴാക്കേണ്ടല്ലോ കരുതിയിട്ടാണ്. ഇയാളുടെ വോട്ട് ഇനി വേണ്ടാന്ന് പറയാൻ ഇവർക്ക് എന്താ പറ്റാത്തത്? ഒരു വോട്ടാണ്, ഒരു വോട്ട് പാഴാക്കേണ്ടെന്ന് കരുതിയതാണ് പിന്നെ DCC പ്രസിഡന്റ് പറഞ്ഞത്. ആ ഒരു വോട്ട് വേണ്ടാന്ന് പറഞ്ഞെടുക്കല്ലേ നിലപാട് വരുന്നത്. ഒരു വോട്ട് വേണ്ട, സ്ഥാനാർത്ഥി കൂടെ വന്നത് ഒരു വോട്ട് കളയണ്ടെന്ന് പറഞ്ഞാണ് DCC പ്രസിഡന്റ് ഞാൻ അറിയിക്കുന്നത്. ആ ഒരു വോട്ട്, അയാളുടെ ഒരു വോട്ട് വേണ്ടെന്നേ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ, ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധിയിലേക്ക് എത്തിച്ച ഒരാള് അയാളുടെ വോട്ട് വേണ്ടാന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിക്ക് പറ്റുമെങ്കിൽ അയാൾ തോറ്റാലും ജയിച്ചാലും അയാളുടെ നിലപാടാണ് വിജയിക്കുന്നത്. പക്ഷെ അതിന് പറ്റുന്നില്ല. ആ വോട്ടിന് വേണ്ടിയാണ് പോകുന്നത് പറഞ്ഞത്. പിന്നെ ആരും ഉണ്ടായില്ല, ഭാരവാഹികൾ ആരും ഉണ്ടായില്ല, സഹകരിച്ച പുറത്താക്കുന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ കൊടുത്ത സ്വീകരണം നമ്മൾ കണ്ടതാണ്. അതിൽ യൂത്ത് കേസിന്റെ നേതാവ് ഒന്നിച്ചുണ്ടായിരുന്നു പറയുന്നുണ്ട്. അവർ ആരും ഭാരവാഹികളല്ലാന്ന് പറഞ്ഞു. രാഹുൽ വരുന്ന വ്യക്തമായിട്ട് അറിയായിരുന്നു. തയ്യാറാക്കി കുറച്ച് ആൾക്കൂട്ടൊക്കെ കൂടിയാണ് ഇവർ നിന്നത്. അതെ, ആ ഇന്നലെ അജയ് തറയിൽ, കോൺഗ്രസിന്റെ അജയ് തറയിലെ ഫേസ്ബുക്കിൽ കണ്ടാമൃഗത്തിന്റെ ഫോട്ടോ ഇട്ട് വല്ലാത്തൊരു തൊലിക്കെട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയില്ല. പക്ഷെ ആ തൊലിക്കെട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഈ പറയുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് എല്ലാ തൊലിക്കെട്ടിയാണ് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇയാളിപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ശരിയാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർട്ടിയിൽ ബന്ധുവില്ല, ഇവർക്ക് പറഞ്ഞു നോക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഇയാൾ എങ്ങനെയാണ് വന്നതെന്നും ഇയാൾ ആരായിരുന്നു എന്നും അറിയുന്ന ആൾക്കാരാണ്. ഇവരെ തമ്മിൽ ബന്ധു മന്ത്രധാരയൊക്കെ എന്തായാലും സജീവിക്കുമല്ലോ. വോട്ട് ചെയ്യാൻ വരണ്ടെന്നും അല്ലെങ്കിൽ വോട്ട് ചെയ്യണം വൈകിട്ടേക്ക് വന്ന് തന്നെ ചിലപ്പോൾ ഇവർ പറഞ്ഞു നീ വൈകിട്ട് ഇറങ്ങിയാൽ മതി, രാവിലെ ഇറങ്ങി ചിലപ്പോൾ തിരിച്ചടിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നിനക്ക് അത് വോട്ട് ചെയ്യാൻ വരണ്ട, അല്ലെങ്കിൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം, അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഒരാൾ ഒന്നിച്ച് പോകാൻ പാടില്ല. MLA വരട്ടെ, വോട്ട് ചെയ്യട്ടെ, പോട്ടെ എന്ന് പറയാം, അതും കുഴപ്പമില്ല. ഇത് ആ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രാദേശിക നേതൃത്വം പൂച്ചെണ്ടും കൊടുത്ത് സ്വീകരിക്കുക പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇത് എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇതും കോൺഗ്രസിന് ഇനിയൊന്നും സംഭവിക്കാനില്ല. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു കേസ് വരാനില്ല. ഈ പറയുമ്പം പിന്നെ മുഖ്യമന്ത്രിയുടെ ചോദിച്ചു, മറ്റേ മുകേഷിന്റെയും MLA-യുടെയും പാർട്ടി ഓഫീസിലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നേതാക്കളുടെയൊക്കെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം മുഖ്യമന്ത്രി 1-2 പേര് തിരിച്ചു ചോദിക്കുന്നുണ്ട്, 2 MLA-മാരെ കുറിച്ച്. ഇപ്പോഴും MLA ഇല്ലേ, അവരുടെയൊക്കെ കേസ് ഉണ്ടായിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്, ഇതുപോലെ വിവാദമായിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു കേസ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സംശയമാണ്. ഈ രണ്ടാമതിരുന്ന ഒരു വൈകൃതത്തിന് അടിമ എന്നൊക്കെ തന്നെയാണ് ആ പരാതിയിൽ തന്നെ പറഞ്ഞത്. അങ്ങനെ ഒരു MLA ആയിട്ട് ഇപ്പോഴും പാലക്കാട് ജനങ്ങളുടെ മേൽ പാർട്ടിക്ക് പോലും വേണ്ടാതെ പാർട്ടി പുറത്താക്കപ്പെട്ട ഒരാൾ, MLA സ്ഥാനം രാജിവെക്കാനാണ് നല്ലതെന്ന് കരുതിയ ആൾ പാലക്കാടൻ ജനതയുടെ മുകളിൽ ഇപ്പോഴും ഇങ്ങനെ അപമാനമായിട്ടാണ് നിൽക്കുന്നു പറയേണ്ടി വരും. അയാൾ വരുമ്പോൾ ഇപ്പോഴും പൂച്ചെണ്ട് കൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും അയാൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒന്നും പറയാനില്ല. ഇതിലിപ്പം ഇന്നലെ VD സതീശന്റെ പിന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ അടക്കമാണ്. അതിന് താഴെ വരുന്ന കമന്റ് എന്ന് അറിയോ, കൂട്ടത്തിൽ ഒരുത്തനെ CPM കൊത്താൻ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വഹിക്കുമെന്ന്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം VD സതീശന്റെ സംഘവും പെടുത്തിയതാണ് ഇവർ പറയുന്നത്. ഇപ്പോഴും അയാൾക്കാണ് സപ്പോർട്ട്. അതിന്റെ അവസ്ഥ അത് കോൺഗ്രസിന്റെ ഈ സതീശൻ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഏറെക്കുറെ ഒരു മോശമല്ലാത്ത നിലപാട്
സ്വീകരിക്കുമ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഒരു വകതിരിവില്ലാത്ത വാക്കുകളുണ്ട്. അത് തന്നെയാണ് എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് പിടിവള്ളിയാകുന്നു. ഈ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ പരാതിയെ കുറിച്ച് ഇന്നലെ പറഞ്ഞത് അത് KPCC പ്രസിഡന്റ് ഇതിപ്പം ഈ കേസ് ബന്ധപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ പിന്നെ അതിജീവിതയുടെ കേസ്, നടിയെ ആക്രമിക്കപ്പെട്ട കേസിനെ പറയാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൽ ഇന്നലെ UDF കൺവീനർ ഫസ്റ്റ് വന്നിട്ട് പറഞ്ഞെന്തായിരുന്നു? ഇതന്നല്ലേ പറഞ്ഞത്. അത് സർക്കാരിന് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് പിന്നെ അപ്പീൽ എടുക്കാൻ പോകുന്നത്. അയാളെ കുറ്റവിമുക്തനൊക്കെ വിട്ടില്ലേ. പിന്നെയും നിലപാട് മറ്റുള്ള നേതാക്കളൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാ നേതാക്കളും തിരിച്ചു പറഞ്ഞപ്പോഴാണ് വന്നിട്ട് ഞാൻ അതിജീവിക്കൊപ്പം തന്നെയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞത്. ഈ നേതൃത്വം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് തന്നെയാണ് ഈ വ്യക്തി തന്നെയാണ് ഈ പറഞ്ഞ അടൂർ പ്രകാശ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അവസാന നിമിഷം വരെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ്, ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് KPCC പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അതിന് സതീശൻ കൃത്യമായി മറുപടി എടുക്കുന്നു. നമ്മൾ സതീശൻ ഇങ്ങനെ ആക്രമിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ സതീശനെ വിമർശിച്ച് പറയുമ്പോഴും സതീശൻ ഇങ്ങനെ നിലപാടെടുക്കുന്ന പറയുന്നുണ്ട്. അത് അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല ഈ പറഞ്ഞ കേട്ടതുപോലെ തന്നെ ഇനിയും വരാനുണ്ടെന്ന് സതീശന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞ സതീശനായാലും KPCC പ്രസിഡന്റ് ആയാലും തങ്ങളെ അണികളെ ഇത് പറഞ്ഞു നിർത്താൻ വേണ്ടി പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇയാളോടുള്ള ബന്ധം പാർട്ടി പുറത്താക്കി, പാർട്ടിയിലെ ബന്ധമെല്ലാം വിച്ഛേദിച്ചു, നിങ്ങളും ബന്ധം പിന്നെ അല്ലെങ്കിൽ ഒന്നിച്ച് നടക്കരുതെന്ന് പറയാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ആർജവുമില്ല. ഇതിപ്പോൾ CPM ആയാലും BJP ആയാലും പാർട്ടി പുറത്താക്കിയ ഒരാൾ പറഞ്ഞാൽ ഒരു പ്രാദേശിക നേതാവായിട്ട് ഒരു പാർട്ടി മെമ്പർ പോലും ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം പോലും അദ്ദേഹത്തിൻ്റെ കൂടെ വരില്ല, ഈ പൂ കൊടുക്കാൻ വേണ്ടി നിൽക്കില്ല. അത് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവരും പാർട്ടിക്ക് പുറത്താണ്. അതൊരു കേഡർ സംവിധാനത്തിൻ്റെ ഇതാണ്. ഇവിടെ കേഡർ സെമി കേഡർ ഉണ്ടാക്കാൻ വേണ്ടി വന്ന K. സുധാകരൻ ഇപ്പോൾ എവിടെയുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സെമി കേഡറെല്ലാം കൊണ്ടുപോയത് എങ്ങോട്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ അതൊന്നുമല്ല, ഇതിൽ ഒരു കേഡറൊന്നും വേണ്ട, പാർട്ടി ബോധമുള്ള പ്രവർത്തകരാണ്. പാർട്ടി ബോധത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കപ്പെട്ടത്. ഈ ഒരു KSU പാലക്കാട് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേര് ഇക്ബാൽ എന്ന മാറ്റേണ്ടതാണ്. അത് ഈ രാഹുൽ വോട്ട് ചെയ്യാൻ വന്നപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. മാധ്യമങ്ങൾ ഇയാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒന്ന് പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ല. രാഹുലേട്ടൻ എന്നാണ് പറയുന്നത്. രാഹുലേട്ടന് പാലക്കാട് MLA ആണ്. അപ്പൊ രാഹുലേട്ടൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാവും, രാഹുലേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് രാഹുലിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതല്ലേ. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് പാലക്കാട് MLA ആണ്. ഈ KSU ജില്ലാ സെക്രട്ടറി ആണ് ഇത് പറയുന്നത്. പറഞ്ഞല്ലോ ആ ആള് കൂടിയത് MLA ആയതുകൊണ്ടായിരുന്നു ആള് കൂടിയെന്ന് പറയുന്നുണ്ട്. അയാളും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ KSU സെക്രട്ടറി പറയുന്നത് എന്താ? DCC പ്രസിഡന്റ് പറയുകയാണേ ആള് കൂടിയിട്ടുണ്ടാവും, അത് MLA അല്ലേ വോട്ട് ചെയ്യാൻ വന്നതെന്ന്. ഇതെന്താ വേറെ ആരും വോട്ട് ചെയ്യാത്ത ആളാണോ? ഇത് എന്തുകൊണ്ടാണ് ബലാത്സംഗ കേസിലെ പ്രതിയായപ്പെട്ട MLA വന്നത്? അയാളെ കാണാൻ വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയേണ്ടി വരും. വാങ്ങിയില്ലാന്ന് തോന്നുന്നു കേട്ടോ. വാങ്ങിയില്ല, പക്ഷെ അവിടെ ഒരു PR വർക്ക് നടക്കുന്നുണ്ട്. പൂച്ചണ്ട് ഓക്കെ, പുള്ളി സ്വീകരിക്കുന്നില്ല. പക്ഷെ പുള്ളി ചായക്കടയിൽ പോയിരുന്നു ചായ കുടിക്കുന്നുണ്ട്, ഗുപ്തനൊക്കെ ഇറങ്ങുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പോലും പുള്ളി ഒരു ചായ എടുത്ത് കുടിക്കാത്ര നേരം വേണം. പുള്ളി പരമാവധി നേരം അവിടെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു പുള്ളി PR വർക്ക് ഇത് വാങ്ങിയിട്ട് എന്ത് കിട്ടിട്ട് വന്നറിയില്ലല്ലോ മറ്റേ വനത്തിൽ പോയിട്ട്. പിന്നെ ചായ കുടിക്കാൻ അവിടെ ഒരു പൊതിച്ചോറ് ആരെല്ലാം കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളായിട്ടുണ്ടാവും ഇവിടുന്ന് കിട്ടുന്നത്. പറയേണ്ട MLA ആണ്. പക്ഷെ ഏതെക്കാളും കോൺഗ്രസിന്റെ ഒരു മുഖമാണിത്. ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ വിധി വരാൻ പോവാണ്. ഈ പറഞ്ഞ പോലെ തന്നെ തെരഞ്ഞെടുപ്പിലെ എല്ലാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാം ചർച്ചയായിട്ടുണ്ടാവും, അതൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ അത് വിധി എന്തും ആയിക്കോട്ടെ, കോൺഗ്രസിന് ഇപ്പോൾ ഒരു അനാവശ്യ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ്. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് അതിനോട് പറയുമ്പം 2019-20 ഇലക്ഷനിൽ 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് CPM വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു. ആ തിരിച്ചടിയിൽ നിന്ന് CPM തിരിച്ചു കയറിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് നിയമസഭ പിടിച്ചത്. ഇപ്രാവശ്യം CPM ഒരു ആത്മവിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ 2019 പോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം ലോക്സഭയിൽ തിരിച്ചടി ഉണ്ടായിരുന്നു. പക്ഷേ ആ തിരിച്ചടി അതിന് മുൻകൂട്ട് ഒരു പാടുമില്ലോണ്ട് അതിനൊരു വലിയൊരു ഇതായി കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോൾ റിസൾട്ട് വന്നാലേ അറിയും തദ്ദേശത്തിൽ വീണ്ടും എന്താ വരുന്നത്. കഴിഞ്ഞ വർഷം ചുവപ്പ് തരംഗമായിരുന്നു, അതുപോലെ ആയിരിക്കുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം ഒരു പാടുമില്ലതുകൊണ്ട് അതിൻ്റെ ഒരു കൂളായി കണ്ട ഒരു അവസ്ഥ തോന്നുന്നുണ്ട്. അത് തന്നെ എന്ത് തന്നെയാലും ഇപ്പം ഈ ചെറിയൊരു എവിടെയെങ്കിലും 1-2 സീറ്റ് കൂടിയാൽ തന്നെ കോൺഗ്രസിന് വരാൻ പോകുന്ന അടുത്തുനിന്നായിരിക്കും. ഒരു മാങ്കൂട്ടൽ വിഷയമൊന്നും ഇവിടെ ഏച്ചിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. CPM തിരിച്ചടിയാണ്. എന്തുവന്നാലും 1500ഓളം വാർഡുകൾ കൂടിയിട്ടുണ്ട് വാർഡ് വിഭജനത്തിന് ശേഷം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു വാർഡ് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിലോ ഗ്രാമപഞ്ചായത്തിലോ എവിടെ ആയിക്കോട്ടെ ബ്ലോക്കിലെ ഒരു വാർഡ് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് രാഹുൽ മാങ്കൂട്ടൽ വിഷയം ജനങ്ങൾ തള്ളി, അതിനൊരു തിരിച്ചടിയും കിട്ടിയിട്ടില്ല, ഇയാളെ വീണ്ടും പാലക്കാടിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ ഇവർ തയ്യാറായിരിക്കും. അതൊന്നും നമുക്കൊന്നും ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു 1-2 വോട്ട് ഇപ്പോൾ ഒരു UDF അനുകൂല തരംഗമൊന്നും വേണ്ട. UDFന് ചെറുതായിട്ടൊരു മേൽക്ക് എവിടെയും ഈ പാലക്കാട് മണ്ഡലത്തിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ, പാലക്കാട് ഇപ്പം BJPക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് എങ്കിൽ കൂടി അവിടെ ഒരു വാർഡിലെങ്കിലും ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജനപ്രീതിയും നഷ്ടപ്പെട്ടിട്ടില്ല. മാങ്കൂട്ടത്തിൻ്റെ പ്രീതി ആദ്യം വോട്ടിന് പിന്നെ തെരഞ്ഞെടുപ്പിന് സമയത്ത് പ്രചരണത്തിനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒന്നും ബാധിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം തള്ളിയിട്ടുണ്ട്. മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം തന്നെയുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ മാങ്കൂട്ടത്തിലൊപ്പം തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചിലപ്പോൾ കൊണ്ടുകടന്നേക്കും. അത് നിലവിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ത് പറഞ്ഞാലും നേതൃത്വത്തെ തിരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നേതൃത്വത്തിന് വരച്ച വരയിൽ നിർത്തുന്ന ഒരു തെറ്റായ ഒരു രണ്ടാം നിര ടീം എന്ന് പറയുന്നത് തെറ്റായ പ്രവണതയുള്ള രണ്ടാം നിര ടീം അല്ലെങ്കിൽ രണ്ടാം നിര ടീമിന്
സപ്പോർട്ടായിട്ട് അവർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട PR ടീം 1-2 നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന PR ടീം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം എന്ത് തന്നെ ആയിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്ത് തന്നെ ആയിക്കോട്ടെ, ഭാവിയിൽ കോൺഗ്രസിന് ഗുണം ചെയ്യില്ല, കോൺഗ്രസിന്റെ പതനത്തിന് മാത്രമേ ഇത് വഴിവെക്കുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.